സന്തോഷം. ചേട്ടൻ ഒറ്റയ്ക്ക് എവിടെ കൂടെയൊക്കെ നടക്കുന്നുണ്ട്? ഒറ്റയ്ക്കല്ല, എൻ്റെ സിസ്റ്ററും മോനൊക്കെ വന്നിട്ടുണ്ട്. അവന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി, വയറിന് ഗ്യാസും തോന്നുന്നു. അവനെ അങ്ങനെ എടുക്കുന്നതാണ്. നമുക്കിതൊക്കെ കൊള്ളാടാ, അപ്പൊ വീഡിയോസ് ഒക്കെ എടുക്കണ്ടേ, ഇവരെ കൊണ്ട് എടുപ്പിച്ചോണ്ടിരിക്കും. ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവർ മറ്റൊരാളുടെ കല്യാണത്തിന് പോയാലും എന്ത് ഫംഗ്ഷന് പോയാലും ഇവർക്ക് കൊളാബ് വരുന്നോടി, നമുക്ക് മാത്രം ഒരു കൊളാബ് ഇല്ല. ഇന്നലെയായിരുന്നു ലാസ്റ്റ് എപ്പിസോഡ്. ഇന്ന് ഇവളുടെ കല്യാണം. പുതിയത് വരും. സാന്ത്വനം പുതിയ പാർട്ടുണ്ട്, പക്ഷേ അതില് അതെ ബാക്കി ഇവളില്ലാന്ന് ഉണ്ടോ? അപ്പൊ ചെയ്തുണ്ട് കേട്ടോ, ഞാനില്ല. ഇതുവരെ അങ്ങനെ തീരുമാനത്തിന് ഇവൻ ദേവേടന് താടിയൊക്കെ മാറ്റിട്ട് താടിയൊക്കെ കളയുമോ? ഇത് വേറൊരാള് പോകുന്നുണ്ടാവും. നിന്നെ അത്യാവശ്യം ഒരാളോട് ചിപ്പി ചേച്ചി ഇന്ന് എത്താൻ പറ്റിയിട്ടില്ല. ചിപ്പി ചേച്ചിക്ക് വേറൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട്, അത്ര അത്യാവശ്യമുള്ള ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റിയത്. അതെ, ഇതും മകനും ഇവളും മകളും ഞങ്ങളുടെ. ഞാൻ ദേവി, ഇത് ബാലേട്ടൻ, നീ ഞങ്ങളുടെ മകളും. ഇവനോ ഞാൻ മകളെ തട്ടിയെടുക്കാൻ കാവുകയാണ്. ഇതുപോലെ തന്നെ ഞങ്ങളെ ലൊക്കേഷനിലോട്ടോ നമ്മളിങ്ങനെ സത്യത്തില് ഞങ്ങള് സാന്ത്വനം തീർന്നപ്പോ വളരെ സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കുടുംബം തന്നെയായിരുന്നു. എല്ലാ രീതിയിലും ഞങ്ങള് പെട്ടെന്ന് സെൻഡിയായി പോയി. ഞങ്ങൾ ഭയങ്കര ഞങ്ങൾ 2 ദിവസം ലാസ്റ്റിലേക്ക് ഫുള്ള് കരച്ചിലായിരുന്നു. ശരിക്കും അല്ല, അന്ന് കുറേ നമുക്ക് സങ്കടമായി. കാരണം നമുക്ക് ഇപ്പൊ ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞെങ്കിലും നമുക്ക് ഈ മാസം ഒരു പകുതിയോട് കൂടി ഷൂട്ട് കഴിഞ്ഞു. ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അപ്പൊ ഇന്ന് ഈ കല്യാണം വരും നമ്മുടെ പ്രതീക്ഷ എല്ലാവർക്കും അതാണല്ലോ പറയുന്നത്. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ വരുമ്പോ ഇപ്പൊ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുക അല്ലേ. പക്ഷെ പേഴ്സണലി നമ്മളൊരു 3 വർഷം ഒരുപോലെ പോയൊരു 3 വർഷം പോയതാ. അപ്പം തുടക്കം മുതൽ നിങ്ങൾക്ക് കണ്ടറിയാം, സാന്ത്വനം കണ്ടിട്ടുള്ള എല്ലാവർക്കും തുടക്കം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. നമ്മുടെ കുറേ നല്ലതും മോശമായിട്ടുള്ള കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ എല്ലാത്തിലും ഒപ്പുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. പിന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ എത്രയായാലും നമുക്ക് പിന്നെ ഈ ഫോൺ കോൾ കൊണ്ട് നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ ഇനി. കാരണം ഓരോരുത്തരും ഓരോ തിരക്കായിട്ട് പോകും. അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് അല്ല ഇനി എല്ലാം ചെയ്യണം. സാന്ത്വനത്തിൽ ജയന്തി എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം എന്നെക്കാളും കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം ഞാനും അവനും ഒരുമിച്ച് പഠിച്ചതാണ്, ഞാനും കണ്ണനും. എൻ്റെ അനിയനായിട്ട് അവ അഭിനയിച്ച ഞാൻ ഏറ്റവും മൂത്ത ചേട്ടത്തിയായിട്ടും അത് ഞങ്ങൾ അടിച്ച് ചെറുതാക്കിയതാണ്. അത് ശരിയാണ്. അതെ ശരിക്കും അവള് ഭയങ്കര ഈ ഒരു ക്യാരക്ടറായിട്ട് ഒട്ടും മാച്ചല്ല. അവള് നല്ല എല്ലാവരും ഇങ്ങനെ കുത്തിരിപ്പൊന്നും ഇല്ലാത്തൊരു ആളാണ്. രണ്ടിടത്തും ഇരുന്നുണ്ടായിരുന്നു. ഞാൻ രണ്ടിടത്ത് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാട്ടോ, ക്ലാസ്മേറ്റ്സ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. പക്ഷെ ഇവരിങ്ങനെ അതിശയം അല്ല, എനിക്ക് ഭയങ്കര ഇതല്ലേ, ഭയങ്കര പ്രൗഡാണ്. ഞാൻ അപ്സരനോട് പഠിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരേ 10ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചതാണ്. ആ ബെഞ്ചിപ്പോ ഇവിടെ ഉണ്ട്. ആ ബെഞ്ചിപ്പോ ഇല്ല, അവളത് കെട്ടിക്കൊണ്ടുപോയി അടിച്ചോണ്ട്. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടെ വന്നിട്ട് മാക്സിമം ഫുഡ് കഴിച്ചില്ല. കഴിച്ചോ? അല്ല കഴിച്ചു.